എല്ലാ വിശ്വ വേദ പഠന ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നല്ല പ്രഭാതത്തിൽ ദൈവം തന്ന ചെറിയൊരു പഠനം, ദൈവം തന്ന ചെറിയൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുകയാണ്. ലോകമെല്ലാം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ കഷ്ടാനുഭവങ്ങളുടെ ആഴ്ചയായി കൊണ്ടാടുമ്പോൾ പാപികളുടെ കണക്കിൽ കുറവില്ലാതെ ലോകത്തിൽ അക്രമണങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും അറുതിയില്ലാതെ തമ്മിൽ വൈരാഗ്യവും ബുദ്ധിയും തമ്മിൽ പ്രശ്നങ്ങളും കൊണ്ടൊക്കെ നിറയുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവത്തിന് കൃപയിൽ ആശ്രയിച്ച് ചില നിമിഷം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചത് ഓർക്കുന്നവർക്കായി നമുക്ക് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. ഒരു ചെറിയ ചിന്ത ദൈവം എന്നെ പ്രഭാതത്തിൽ ഏൽപ്പിച്ചത് ഞാൻ ഓർപ്പിക്കുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം അതിന്റെ 34 അധ്യായം 11 മുതലുള്ള വാക്യങ്ങളാണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചത്, ഞാൻ തന്നെ എന്റെ ആടുകളെ തിരഞ്ഞു നോക്കും. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ പുറപ്പെടുന്ന ദേശങ്ങൾ ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളുടെ ദേശത്ത് സകല വാസങ്ങളിലും അവരെ മേയിക്കും. 3, കാണാതെ പോയതിനെ അന്വേഷിച്ച് കറുപ്പും ക്ലൗഡും ആ ഇരുണ്ടുമുള്ള ആ ദിവസത്തിൽ നിന്ന് ഞാൻ അവരെ വിടുവിച്ച് ചെതറിപ്പോയതിനെ ഞാൻ മടക്കി കൊണ്ടുവരുന്ന ദൈവമത്രേ. ഞാനത് കൊണ്ടുവരും. നല്ല മേച്ചിൽപ്പുറത്ത് ഉന്നതമായ സ്ഥലത്ത് ഞാൻ അവരെ കൊണ്ടുവന്നാക്കും. 3, മറ്റ് വണ്ണമുള്ള ആടുകൾ, കൊമ്പുള്ള ആടുകൾ, ഉന്തി മാറ്റിയതും തോളുകൊണ്ട് ഉന്തി മാറ്റിയതും കൊമ്പുകൊണ്ട് കുത്തി ഓടിച്ചതുമായ ബലഹീനതയുള്ള ആടുകളെ ഞാൻ പുഷ്ടിയോടെ അവിടുന്ന് കുടിപ്പിക്കും. പുഷ്ടിയുള്ളതിനും പുഷ്ടിയില്ലാത്തതിനും മധ്യേ ഞാൻ ന്യായം വിധിക്കും. അവർ കാലുകൊണ്ട് ചവിട്ടി കുടി കഴിഞ്ഞിട്ട് കാലുകൊണ്ട് ചവിട്ടി കലക്കിക്കളഞ്ഞത് ഈ ബലഹീനപ്പെട്ടത് കുടിപ്പാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഒരു വലിയ സന്ദേശം ഇതിനകത്ത് പറഞ്ഞിരിക്കുക. ആ വലിയ സന്ദേശം ഒരു ഇലാബറേറ്റായി പറയാൻ എനിക്ക് കൊണ്ട് നിവൃത്തിയില്ല, എങ്കിലും അതിൻ്റെ ചിന്തകൾ ഞാൻ പറയാം. 1, ചിതറിപ്പിച്ച് കളഞ്ഞെടുത്ത് ഞാൻ എൻ്റെ ജനത്തെ മടക്കി കൊണ്ടുവരും. ദുരുപദേശങ്ങളിൽ ചിതറിപ്പിച്ചു പോയവരുണ്ട്. ആത്മീയഗോളത്തിൽ എത്തിച്ചേർന്നിട്ട് എങ്ങുമല്ലാതെ വഴിയിൽ അസ്തമിച്ചു പോയ ചിലരുണ്ട്. കർത്താവ് പറയാ, എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ട പലരും പ്രതികൂലമെന്ന ഇരുട്ടും കറുപ്പും അന്ധകാര ശക്തികൾ തമ്പടിച്ചു കിടന്ന ആ അമാവാസിയുള്ള ദിവസത്തിൽ ആടുകൾക്ക് കണ്ണു കാണാൻ വയ്യാതെ ചെതറിപ്പോയി അവയൊന്നുമില്ലാത്ത വഴിയിൽ നഷ്ടപ്പെട്ടതുപോലെ നഷ്ടപ്പെട്ട എൻ്റെ ജനത്തെ ഞാൻ തിരികെ കൊണ്ടുവരും. ദുരുപദേശങ്ങളാൽ വലഞ്ഞ് ദൈവകൃപയിൽ നിന്നും അന്യം നിന്നു പോയ ചിലരെ, അന്യമായി പോയ ചില വിലപ്പെട്ടവരെ, ഇന്ന് ആർക്കും വേണ്ടാതെ കർത്താവിന്റെ നാമം പേറിയിട്ട് വഴിയിൽ വെച്ച് അസ്തമിച്ചു പോയ ചിലരെ ദൈവം പറയാ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഞാൻ തിരികെ കൊണ്ടുവരും. ആമേൻ. ആർക്കും വേണ്ടാത്ത ചിലരെ തിരിച്ചു കൊണ്ടുവരുന്ന ദിനങ്ങളായത്. അടുത്ത ദൈവാത്മാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അവരെ നല്ല മേച്ചിൽപ്പുറത്ത്, ഉയർന്ന മലകൾ അവർക്ക് കിടപ്പടമായിരിക്കും. അതിന്റെ അർത്ഥം, താഴ്വരയിൽ അവർ മേഞ്ഞപ്പോൾ അവരെ വന്ന് ആക്രമിച്ച് അവർ എവിടെ നിന്ന് വന്നുവെന്നും എങ്ങനെ വന്നുവെന്നും ഒന്നും അറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, അവർ വീണ ഇടത്ത് നിന്ന് അവർ എഴുന്നേൽപ്പിച്ച് ഉന്നതമായ പാർപ്പിടത്തിൽ കൊണ്ടാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നാളെ ശത്രു കയറി വരുന്ന അവർക്ക് കാണാൻ പറ്റും. എവിടെ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവരെ ഉയർന്ന സ്ഥാനങ്ങളിൽ കൊണ്ടെത്തിക്കും. ദൈവം അവരെ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിക്കും. ആരും കയറ്റിവിടാത്ത ചില ഉന്നതങ്ങളിലേക്ക് ദൈവം ഈ ചെതറിപ്പോയതിനെ, നഷ്ടപ്പെട്ടതിനെ കയറ്റിവിടുന്ന ദിനങ്ങളാണ്. അടുത്തത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കാലുകൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാലുകൊണ്ട് കലക്കിയത് എൻ്റെ ആടുകൾ കുടിക്കുകയും ചെയ്യണം. ആസ് ഫോർ മൈ ഫ്ലോക്ക് ഈറ്റൻ which you have trodden with your feet, and they drink that which you have fouled with your feet. നീ കാലുകൊണ്ട് കലക്കിയ വെള്ളം കുടിക്കുകയും കാലുകൊണ്ട് ചവിട്ടി മെതിച്ചത് എൻ്റെ ആടുകൾ തിന്നുകയും ചെയ്യണമോ? ഇല്ല, ഒരിക്കലും.
ചിലരുടെ വേസ്റ്റ് തിന്നുവാൻ, ചിലർ ചവിട്ടിക്കളഞ്ഞ വെള്ളം കുടിക്കുവാൻ. അവർ വണ്ണമുള്ള ആടുകൾ, പുഷ്ടിയുള്ള ആടുകൾ മെലിഞ്ഞതിനെയും ദീനമായതിനെയും ചവിട്ടി തകർത്ത് മറ്റൊരിടത്തേക്ക് ഇടുമ്പോൾ കർത്താവ് പറയാ, അവർ വേസ്റ്റ് ആക്കിയത് കുടിക്കാനും അവർ വേസ്റ്റ് ചെയ്ത് തിന്നാനും അല്ല നിന്നെ ആക്കിയിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരു ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. ഞാൻ അവർക്ക് മധ്യേ ന്യായം വിധിക്കും. നിന്റെ നന്മയെ ഊറ്റിക്കുടിച്ച് നിന്നെ ചവിട്ടിക്കളഞ്ഞ ചിലതിനെ ഞാൻ ന്യായം വിധിക്കും. നിനക്ക് ലഭിക്കേണ്ട വാഗ്ദത്തങ്ങളെ തട്ടിപ്പറിച്ച് അവരുടെ കീശ നിറച്ച്, അവരുടെ പള്ള നിറച്ച്, അവരുടെ ഭവനം നിറച്ച് അവർ കെട്ടിപ്പടുത്തതിനെ ഞാൻ തകർക്കും. മറിച്ച് നിനക്ക് യോഗ്യമായത്, നിനക്ക് അനുഗ്രഹമായത് നിന്റെ കരുത്ത് ഞാൻ എത്തിക്കും. നിശ്ചയമാ തകർന്നു കിടക്കുന്ന ആരോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ. ആമേൻ. ദൈവമേ, എനിക്ക് ലഭിക്കേണ്ട ഉയർച്ചയെല്ലാം ആമേൻ ശത്രുക്കൾ കൊണ്ടുപോകുന്നത് പോലെ ഞാൻ പോലും അറിയാത്ത ചിലർ എടുത്തുകൊണ്ട് പോയല്ലോ. എൻ്റെ തലമുറയുടെ ഭാവി, എൻ്റെ യാത്ര, എൻ്റെ ഉയർച്ച ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ സാമ്പത്തികങ്ങൾ, എൻ്റെ നന്മകൾ ആമേൻ എന്നെ ട്രാപ്പിലാക്കി അവർ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയാ, ഇല്ല, നിനക്ക് വേണ്ടി ഒരു സുദിനം വരികയാ, നിനക്ക് വേണ്ടി ഒരു നല്ല ദിവസം വരികയാ.